ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ അച്ഛൻ പണിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു മഴ കാരണം കൊണ്ട്. അപ്പോൾ അച്ഛൻ ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ പുരട്ടി വെച്ചു. പിന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി തിളച്ചിട്ടുണ്ടായിരുന്നേ. അമ്മയുടെ ഒരു പരീക്ഷണം ഉണ്ടോ, അത് യൂട്യൂബിൽ കണ്ടതാണ്, വെളിച്ചെണ്ണ ഇല്ലാണ്ട് സവാള വാട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം റവ ഇട്ടിട്ടാണ് കേട്ടോ സവാള ഇട്ടത്. ഇതുണ്ടാക്കുന്നവർക്ക് നല്ല ക്ഷമ വേണം കേട്ടോ. ഇത് കുറേ നേരം സമയം പിടിക്കും. ഇത് നമുക്ക് വാട്ടി വെച്ചൊരു ഡബ്ബയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത് വെളിച്ചെണ്ണയ്ക്ക് ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ തീ പിടിച്ച വില ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഈ കുട്ടി കുറുക്ക് കഴിക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ കുറുക്ക് വെച്ചിട്ട് പറ്റിക്കാം. അപ്പോൾ അവളെ പറ്റിച്ച് നോക്കാം, കഴിക്കാൻ നോക്കാം. അവൾക്കത് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഇത്രയും നിന്ന് ഗൈസ്, ബാക്കി പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, സാദാ മുളക് പൊടി 2 ടീസ്പൂൺ സാദാ മുളക് പൊടി. മിക്സ് ചെയ്യാം. കുറച്ച് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ടടിച്ച് ഗ്രേവി കൂടുതലാക്കാനാണ് മിക്കവരും ചെയ്യണ പരിപാടിയാണത്. അതിനുശേഷം ഇറച്ചിയിടുന്നു, ഇളക്കി കൊടുക്കുകയായിരുന്നു. ആയിട്ടില്ല. അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേവി. നമ്മുടെ ഇറച്ചി ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ ഇതിലോട്ട് ആക്കി വെച്ചിട്ട് അടച്ചു വെച്ചു. ഞങ്ങളുടെ ഫാൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. അതാണ് ഇത്രയും ഒച്ച വന്നത് വീഡിയോയ്ക്ക്. അപ്പം എല്ലാവരും ക്ഷമിക്കുക. പേപ്പർ എടുത്തോണ്ട് പോവാണ് ഗൈസ്. വീഡിയോ എടുക്കണം. അച്ഛ ഒരു പോസ്, ഒരു ടാറ്റ കൊടുത്തേ, ഒരു ബൈ ബൈ കൊടുത്തേ. ശരി, ടാറ്റ ബൈ ബൈ. പോവാണ്. അച്ഛൻ്റെ പുതിയ കട സൂപ്പറാണല്ലോ. പോവാണോ വീട് പതുക്കെ. നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചോ. മുന്തിരി ഇടാൻ പോവാണ്. അണ്ടിപ്പരിപ്പിടുകയാണ് ഗൈസ്. നല്ല കോഴീൻ്റെ മണം ഇപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെടുക്കാൻ പോവാണ്. ഗൈസ്, അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ചിക്കൻ കറി റെഡി ആവാറായിട്ടുണ്ട്. ഇപ്പം ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ എന്നോട് പറയാം. ഞാനാണ് ഇവിടെ ടേസ്റ്റ് നോക്കണം. നോക്കാൻ നമ്മൾ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. ഒരു ലെയർ ചോറിടാം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഇടാം. അത് കഴിഞ്ഞ് സവാള നമ്മൾ നേരത്തെ വാട്ടി വെച്ചത്
വെളിച്ചെണ്ണ ഇല്ലാതെ സവാള വാട്ടിയത് ഇടാം. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി വേപ്പിലയും മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ ചോറ് വിളമ്പം അതിൻ്റെ മുകളിൽ പിന്നെ ഇട്ടിട്ട് ലെയറായിട്ട് നമ്മൾ ദം ബിരിയാണി റെഡിയാക്കാണ്. നമ്മൾ സാധാരണ ദം ബിരിയാണി, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. യൂട്യൂബിൽ ബിരിയാണികൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് ഇത്രയുള്ളൂ. അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി സവോള, ഇതാണ് മല്ലിയില മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ദം ബിരിയാണി ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഇത് അച്ചിച്ചിനെ കൊണ്ടു കൊടുക്കാൻ പോവാണ്. അച്ചിച്ചനെ ഞങ്ങൾ കറികളൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. ചോറ് അച്ചിച്ചൻ വെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് അച്ഛൻ വാങ്ങിച്ചുകൊണ്ടുവന്നുകൊണ്ട് ബിരിയാണി വെക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാണ് ദം ബിരിയാണി. അപ്പോൾ അച്ചിച്ചിന് ദം ബിരിയാണി ഇഷ്ടമല്ല. അപ്പം സാധാ ചോറും സെപ്പറേറ്റ് കറി അച്ചിച്ചിന് സെപ്പറേറ്റ് ഇടേണ്ടി വരും. അപ്പം കറി കൂട്ടി കലർത്തുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത്. ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ അച്ചിച്ചൻ്റെ വീട് പുറകിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പം അച്ചിച്ചൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കണം എന്നുള്ളൊരു ഇതാണ്. അപ്പം അച്ചിച്ചൻ്റെ വീട് എത്തിയിട്ടോ. ഇതാണ് അച്ചിച്ചൻ്റെ വീട്. ഇത് അച്ചിച്ചൻ്റെ തയ്യൽ മെഷീനാണ്. അച്ചിച്ചൻ നന്നായിട്ട് തയ്ക്കും കേട്ടോ. അച്ചിച്ചന് ടി വി ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ടി വി ഒക്കെ ഉണ്ട്. ചെറിയ റൂമൊക്കെയാണ്. അത്യാവശ്യം പഴയ വീടാണ്. എന്നാ ചോറ് ബിരിയാണി ഒന്നൊരു വിശേഷമില്ല. എന്നാൽ അച്ഛന് കഴിക്കാനായിട്ട് തോന്നി. ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു. ദം ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛന് ദമ്മില്ലാണ്ട് ബിരിയാണി. അച്ഛന് ചിക്കൻ ബിരിയാണി, ഞങ്ങൾക്ക് ദം ബിരിയാണി. മൂടി വെച്ചോ. കുളിക്കാൻ പോവാ. ശരി പോട്ടെ ബൈ. ഇവിടെ നല്ല മഴയാണ്. അപ്പം ഇന്ന് ഫുള്ള് മഴയായതുകൊണ്ട് വെള്ളം നന്നായിട്ടുണ്ട് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മഴ ഉണ്ടെങ്കിലും ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. അടുക്കളയുടെ കോലമാണ് കാണുന്നത്. അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ക്ലീൻ ചെയ്യാം. കഴിക്കുന്നില്ല, വലിയ വിശപ്പൊന്നുമില്ല. എവിടേക്കാ മോച്ച്? ഗൈസ്, ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും അമ്മ ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ ഇടാൻ. ഇതാണ് നമ്മുടെ ദം ബിരിയാണി. ദമ്മില്ല കേട്ടോ. നെയ്യൊന്നും അധികം ആഡ് ചെയ്തിട്ടില്ല. നെയ്യ് അധികമൊന്നുമില്ല. അപ്പം നമ്മുടെ ബിരിയാണി ഇതാണ്. നമുക്കിത് വിളമ്പാം. സെർലാസിലർക്കൊണ്ട് ജസ്റ്റ് സവാള മുളകും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ദം ബിരിയാണി ട്രൈ ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇടുക, കമൻറ്റ് ചെയ്യും. എൻ്റെ വീഡിയോയിലെ താഴെ കമൻറ്റൊക്കെ ചെയ്യണേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കാം. അപ്പോൾ ഓക്കെ, ബൈ.